ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദുബായ് അഡ്വഞ്ചർ മല്ലു. എൻ്റെ പേര് ഷിജേഷ് ജോസഫ്. ഞാൻ ദുബായിൽ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ പാഷനാണ് അഡ്വഞ്ചർ സ്പോർട്സ്. ഞാനൊരു സർട്ടിഫൈഡ് പാരാഗ്ലൈഡർ, സ്കൂബ ഡൈവർ ആൻഡ് ലൈറ്റ് സ്പോർട്ട് എയർക്രാഫ്റ്റ് പൈലറ്റ് കൂടിയാണ്. ഞങ്ങൾ ഈ സ്പോർട്സ് എല്ലാം ചെയ്യുന്ന UAE കുറച്ച് ലോക്കൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. ഇന്ന് ഞങ്ങൾ പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോകുന്നത് ഖോർഫഗൻ മലയുടെ മുകളിലുള്ള ക്ലൗഡ് ലോഞ്ച് ഹോട്ടലിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നാണ്. ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 580 മീറ്റർ മുകളിലാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മലയുടെ മുകളിലാണ്. ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഞങ്ങൾ ഖോർഫഗാൻ സിറ്റിയുടെ മുകളിൽ പറന്ന് ഖോർഫഗാൻ ബീച്ചിലാണ് ഞങ്ങൾക്ക് ലാൻഡ് ചെയ്യേണ്ടത്. അതാണ് ഞങ്ങളുടെ മോട്ടീവ്. ഏകദേശം 10-12 കിലോമീറ്റർ ഉണ്ട് ഈ മലയുടെ മുകളിൽ നിന്നും ഈ ബീച്ച് വരെയുള്ള എയർ ഡിസ്റ്റൻസ്. ഞാൻ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഏറ്റവും എനിക്ക് ചലഞ്ചായിട്ട് തോന്നിയത് താഴെ ഒരു 11 kV ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പാണ് അത് ടച്ച് ചെയ്യില്ല. കാരണം ഞങ്ങൾ അതിൻ്റെ മുകളിലൂടെ പറന്ന് ഞങ്ങൾ ഖോർഫഗൻ സിറ്റിയുടെ മുകളിലെത്തുമ്പോൾ വേറൊരു സംശയം ഉണ്ടായിരുന്നു, എങ്ങാനും കാറ്റ് കുറഞ്ഞു പോയ ഖോർഫഗൻ സിറ്റിക്ക് അകത്ത് ലാൻഡ് ചെയ്യണമെന്ന്. ലാൻഡ് ചെയ്യാനായിട്ട് എനിക്ക് ലാപ്പട ഇടം ഞങ്ങൾ കണ്ടത് ഒരു റൗണ്ട് ബോട്ടാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ റൗണ്ട് ബോട്ടാണ് ഞങ്ങളുടെ മൈൻഡിൽ ഞങ്ങൾ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കാറ്റ് അനുകൂലമായതുകൊണ്ട് നല്ല ലിഫ്റ്റ് കിട്ടുകയും അറൗണ്ട് ഒരു 1 കിലോമീറ്റർ ഹൈറ്റ് ഫ്രം ദ സീ ലെവൽ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ബീച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സമുദ്രത്തിൻ്റെ മുകളിലൂടെ ഏതാണ്ട് ഒരു 2 കിലോമീറ്ററൂടെ ഞങ്ങൾ പറന്ന് എന്നിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, ഫ്ലൈറ്റിൽ നിന്ന് കാണുന്ന അതേ ഫീലിംഗ് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് എ റിയലി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഞങ്ങൾ ഈ പറഞ്ഞത് റാസ് അൽ ഖൈമ അതോറിറ്റീസിൻ്റെ സ്പെഷ്യൽ പെർമിഷനും ഏവിയേഷൻ്റെ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളൊന്ന് പറഞ്ഞത്. അതെല്ലാം ഈ പെർമിഷൻസ് എല്ലാം എടുത്തു തന്നത് അവിടുത്തെ UAE ലോക്കൽസ് ത്രൂ അവിടുത്തെ അതോറിറ്റീസിൻ്റെ ഇരുന്നാണ്. ഞങ്ങൾ 10 പേരടങ്ങുന്ന ഒരു ടീമാണ് ഞങ്ങളന്ന് പറക്കാൻ പോയത്. അതിനകത്ത് ഒരു 6 പൈലറ്റ്സ് UAE പൈലറ്റ്സ് ആയിരുന്നു, ലോക്കൽ പൈലറ്റ്സ് ആയിരുന്നു. ബാക്കി ഒരു പാകിസ്ഥാനി, പിന്നെ ഒരു US കാരൻ, ഒരു സ്പെയിൻകാരൻ പൈലറ്റ്, പിന്നെ മലയാളിയായ ഞാനും. അങ്ങനെ എന്താ പറയുക, ചന്ദ്രനിൽ പോലും മലയാളം ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ എനിക്ക് അവരുടെ കൂടെ പറക്കാൻ സാധിച്ചു. ഇത് പറക്കണതെല്ലാം നമ്മുടെ ലൈസൻസും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടാണ് അവർ പെർമിഷൻ കൊടുക്കുന്നത്. പിന്നെ എന്ത് റിസ്ക് വന്നാലും അത് നമ്മുടെ ഓൺ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് ഈ അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ പ്രത്യേകത.